IT ആക്ട് 2000-ലെ IT ആക്ടും അതിൻ്റെ കീഴിലുണ്ടാക്കിയിരിക്കുന്ന റൂൾസ് ചട്ടങ്ങളും ആണ് ഇതിലെല്ലാം ഗവൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന സ്ഥാപിച്ചു തന്നിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്സിൽ മാത്രമേ അത് ആർക്കെങ്കിലും അത് സ്റ്റേറ്റിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 19(2) പറയുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡത, സുരക്ഷിതത്വം, പിന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, പബ്ലിക് ഓർഡർ, ഡീസൻസി അല്ലെങ്കിൽ മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫമേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ്മെൻറ്റ് ആൻഡ് ഒഫൻസ്. ഇത്രയേ ഉള്ളൂ, 8 ഗ്രൗണ്ട്സാണ്. അപ്പോൾ സുപ്രീം കോടതി ഇത് വളരെ പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിലൂടെ ഏറ്റവും അവസാനം കൗശൽ കിഷോർ എന്ന് പറയുന്നൊരു ജഡ്ജ്മെൻറ്റിൽ അതിൽ പണ്ട് UP-യിലെ മന്ത്രിയായിരുന്ന അസം ഖാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് അങ്ങനെ മന്ത്രി പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആർക്കാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഏതെങ്കിലും ഒരു 8 ഗ്രൗണ്ട്സിനകത്ത് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് മാത്രമേ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അതിനൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ ഇതേ കാരണം തന്നെയാണ് ശ്രേയാ സിംഘാൾ കേസ് വന്നപ്പോഴും സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്ത് സെക്ഷൻ 66A ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. കാരണം അതിൽ ആരെങ്കിലുമൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഇൻ്റർമീഡിയറീസ്, ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ അവർക്ക് ലയബിലിറ്റി വരുന്ന അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് ടേക്ക് ഡൗൺ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രൊവിഷൻ, അത് 66A എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അസാധുവാക്കി. ആ കേസിൽ സെക്ഷൻ 69A ഉയർത്തിപ്പിടിച്ചു. അത് സെക്ഷൻ 69A അനുസരിച്ചാണ് ഇപ്പോഴുള്ള ഈ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. അതുകൂടാതെ അതിൽ റൂൾസ്, ചട്ടങ്ങൾ വരുമ്പോഴേക്കും റൂള് 3 വരുന്നു. IT റൂൾസിനകത്ത് വരുന്നത് ഇൻ്റർമീഡിയറീസിന് കോടതിയിൽ നിന്നുള്ളൊരു ഉത്തരവ് വരികയാണ്. കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് പാലിക്കാൻ നിർബന്ധമുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ അജിംസ് നേരത്തെ പറഞ്ഞതുപോലെ 3 മണിക്കൂറിനകത്ത് എടുത്തു കളയണം. നേരത്തെ 36 മണിക്കൂറായിരുന്നത് അതിപ്പോൾ ചുരുക്കിയിരിക്കുകയാണ്, സമയം ചുരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു ഓർഡർ കൊടുക്കാം. ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കണം. ഒരു ഇൻസൈറ്റ്മെൻറ്റ് ആൻഡ് ഒഫൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ന്യൂസ് ലോണ്ടറിയിലെ ഒരു ന്യൂസ് വായിക്കുകയായിരുന്നു. അതിനകത്ത് വളരെ പ്രകോപനപരമായിട്ടുള്ള കമ്മ്യൂണലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ ഇറക്കി. ആ ന്യൂസ് വന്നപ്പോഴേക്കും പെട്ടെന്ന് അത് ടേക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ന്യൂസ് കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകോപനം ഉണ്ടാക്കാൻ ഒരു കാരണമായേക്കാം എന്നുള്ളൊരു കാരണം കൊണ്ട് ഗവൺമെൻറ് പെട്ടെന്ന് ആ ന്യൂസ്, ഒരാൾ ചെയ്ത ഒരു കുറ്റമാണ്, ആ കുറ്റം ഇപ്പം സമൂഹ മാധ്യമത്തിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ പെട്ടെന്ന് അതൊരു കലാപത്തിലേക്ക് നയിക്കാനൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും ഈ ചോദ്യം ഇവിടെയുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾ വേണം ഇത് ഓർഡർ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീ അസദുദ്ദീൻ ഒവൈസി പാർലമെൻറ്റിൽ ഉന്നയിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഗവൺമെൻറ് ഇപ്പം കുറച്ച് ദിവസമായുള്ളൂ, ഈ ഓഗസ്റ്റിൽ തന്നെ ഒരു മറുപടി പറഞ്ഞിരുന്നത്, അത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾ വേണം കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിൽ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്, പോലീസിലെ അതോറിറ്റികൾക്കൊക്കെ ചെയ്യാൻ കഴിയും. ഇതിനകത്ത് നമ്മൾ കേരള ഗവൺമെൻറ്റിന് എന്ത് പങ്കുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ വിട്ടുപോയൊരു കാര്യം, നെഗറ്റീവ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ഇല്ലയെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഒരു കാര്യം ഉണ്ട്, ഗവൺമെൻറ്റിന് അതിൽ പങ്കുണ്ട് എന്ന് പറയുന്നവരാണ് അത് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഇതിനകത്ത് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ ഒറ്റയ്ക്ക് ചെയ്യില്ല, അങ്ങനെ പറയുന്നവർ, ഇപ്പം നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചു പോലെ മീഡിയ വണ്ണിനെതിരെ ഒരു മീഡിയ വണ്ണിൻ്റെ ചാനലിൻ്റെ പ്രക്ഷേപണത്തിൽ എന്തോ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയെന്ന് പറഞ്ഞു. ഈ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെറ്റയ്ക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എന്ത് നിയമത്തിൻ്റെ കീഴിലാണ്, എപ്പോഴാണ് ഞങ്ങളിത് ടേക്ക് ഡൗൺ ചെയ്തതെന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൽ നിന്ന്, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ടോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണോ റിക്വസ്റ്റ് വന്നതെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ 4 മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ഞാനത് അവരുടെ ചാനലിലും പറഞ്ഞിരുന്നു, ആദ്യമേ ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്, മെറ്റയിൽ ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ നിന്ന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു റിപ്ലൈ വന്നില്ലെങ്കിൽ ഇപ്പോഴത് റെസ്റ്റോർ ചെയ്തു എന്ന് പറയുന്നൊരു ന്യൂസ് കണ്ടു. ചില കാർഡുകളൊക്കെ റെസ്റ്റോർ ചെയ്ത് കിട്ടി. അത് എന്ത് കാരണം കൊണ്ടാണ് അത് പോയത് എന്നുള്ളത് അതൊരു ന്യൂസ് കണ്ടത്. മെറ്റ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ടെക്നിക്കൽ ഫോൾട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് കണ്ടു. ഇതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ലയബിലിറ്റി ഉണ്ടോ, മെറ്റ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എന്താണ് ഇവിടെ സേഫ്റ്റി മെക്കാനിസം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. അത് ഒരു ഇപ്പോഴത്തെ ഫാക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കേരള ഗവൺമെൻറ്റിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം നെഗറ്റീവ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഗവൺമെൻറ് അതിൽ ഡയറക്റ്റ് പങ്കില്ല. അഗ്രീവ്ഡ് ആയിട്ടുള്ള, അതിൽ ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായത് അവരാണ്, ഈ വസ്തുതകൾ അവരുടെ കയ്യിലാണ്, മെറ്റ കൊടുത്ത റിപ്ലൈ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് കോടതിയിൽ പോയിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങയുടെ വാദത്തിന്റെ പ്രശ്നം, ഉന്നയിക്കുന്ന വാദത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
മെറ്റ ഇങ്ങനെ എന്തോ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. മെറ്റ ഒരു കണ്ടന്റ് റിമൂവ് ചെയ്യുന്നില്ല. അവരുടെ തന്നെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പോലും അവരത് പരിശോധിച്ചിട്ടേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാറാണ് പതിവ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. മെറ്റ ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സഹയോഗ ആപ്പ് വഴി അല്ലാതെയൊക്കെ വരുന്ന ഗവൺമെൻറ് റിക്വസ്റ്റ് വെച്ച് കണ്ടന്റ് നീക്കം ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ 5 മാസത്തിനിടെ 2 ലക്ഷത്തോളം കണ്ടന്റാണ് രാജ്യത്ത് നീക്കം ചെയ്തിട്ടുള്ളത്. ചെറിയ നീക്കം ചെയ്യലല്ല, വലിയ തോതിൽ നീക്കം ചെയ്യുന്നുണ്ട്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഭരണകൂടമാണ്. എയ്തർ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കണ്ടന്റ് നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിരൽ ചൂണ്ടപ്പെടുക സ്റ്റേറ്റ് സർക്കാരിനെതിരെ ആയിരിക്കും. അതിനകത്തൊരു പ്രശ്നമുള്ളത് അതാ ഞാൻ പറഞ്ഞത്. ന്യൂസ് ചാനലുകളാണ് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞങ്ങൾ ന്യൂസ് പ്രക്ഷേപണം ചെയ്തത്, അത് നീക്കം ചെയ്യപ്പെട്ടു, മെറ്റയാണ് നീക്കം ചെയ്തത്. മുഖ്യമന്ത്രി അത് അസന്നിഗ്ധമായിട്ട് നിഷേധിച്ചു. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് തെളിയിക്കാൻ പറയുന്നത്? ഉണ്ട് എന്ന് പറയുന്നവർ, ഗവൺമെന്റ് അതിൽ പങ്കുണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നവർ മെറ്റയെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ മെറ്റ അവിടെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു, ഇന്ന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണോ അതോ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണോ അതോ മെറ്റയിൽ എന്തെങ്കിലും അൽഗോരിതം, അത് ടെക്നിക്കൽ എക്സ്പെർട്ടാണ് അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതായത് മെറ്റയിൽ അങ്ങനെ എന്തെങ്കിലും അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇന്ന ഇതാണെങ്കിൽ അത് ഇതിന് വിരുദ്ധമാകും, അതുകൊണ്ട് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ, ടെക്നിക്കലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ടെക്നിക്കലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ച് റിമൂവ് ചെയ്തിട്ട് മെറ്റയ്ക്ക് അതിൽ മാപ്പ് പറയേണ്ട ഒരു മാപ്പ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ പാർലമെന്റിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മെറ്റ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു അതെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്ന് പറയാം.